പ്രീതി സോഡിയാക് പ്രസൻസ് ഓണപായസം എന്ന പുതിയ ഒരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എന്റെ സ്വാഗതം. രുചിയുടെ പെരുമഴക്കാലമാണല്ലോ ഓണം. ഓണത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ് പായസം. ഇന്ന് ആ രുചിക്കൂട്ട് നമുക്ക് പകർന്നു തരാൻ വന്നിരിക്കുന്ന താരസുന്ദരികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നിവിടെ ഒരു ലാലേട്ടൻ ടച്ച് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെയും തമ്മിൽ മൊത്തത്തിലൊരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞതാ നല്ലത്. നമ്മൾ കുട്ടീനെ എല്ലാവർക്കും അറിയാം. ഒപ്പത്തിൽ ആ പാട്ട് ആർക്കും മറക്കാൻ പറ്റില്ല. പാട്ട് പാടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആ പാട്ട് ഞാൻ പാടി ആ പാട്ട് പെട്ടെന്ന് മറന്നു പോകും. ഇപ്പാണ് ആരും മറക്കാതിരിക്കുക. അങ്ങനൊന്നും പറയരുത്. പക്ഷെ പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം പുതിയ വിശേഷങ്ങൾ. ഹിന്ദി സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ഞാൻ ഭയങ്കര സംഭവമല്ല. ഇതിൽ ഞാൻ അഹങ്കാരമായിട്ട് കൂട്ടുകയല്ല, കോൺഫിഡൻസിന്റെ ലെവലാണത്. പറഞ്ഞോ, സ്വന്തമായിട്ട് പറഞ്ഞു. ഇപ്പൊ മലയാളത്തിൽ എത്ര സിനിമ ചെയ്തു? ഇപ്പൊ മലയാളത്തില് ഓൾമോസ്റ്റ് 35 മൂവീസ് ആയി. എത്ര വയസ്സായി? എനിക്ക് 12. ഞാനൊക്കെ എന്തിനാണോ പക്ഷെ സന്തോഷമുള്ളൊരു കാര്യം. കാരണം ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഹിന്ദി സിനിമ പറ. ഇപ്പൊ ഋഷി കപൂറങ്ങളുടെ മോളായിട്ട് ഇമ്രാൻ ഹാഷ്മി ഋഷി കപൂറങ്ങൾ മൂവിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ജിത്തു അങ്ങളുടെ മൂവിയായിരുന്നു. ജിത്തു ജാസവാൻ നമ്മുടെ മലയാളത്തിൽ എങ്ങനെയാണ് ലാലേട്ടൻ്റെ കൂടെ? ലാലേട്ടൻ പിന്നെ സൂപ്പർ അല്ലേ? ലാലേട്ടന്റെ കൂടെ ആരോട് ചോദിച്ചാലും അഭിനയിച്ച ആരോട് ചോദിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ അതങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഒന്നും അല്ല. ത്രൂ ഔട്ട് അല്ലേ? പിന്നെ ആ പാട്ടിലൊക്കെ അഭിനയിച്ചപ്പം എന്ത് തോന്നുന്നു? ശരിക്കും അച്ഛനെ പോലെ തോന്നുന്നു. അല്ല, അതൊരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ എനർജി എന്ന് പറയുന്നത് തരുമ്പോ അല്ലേ, അച്ഛനായിട്ട് തന്നെ നമ്മൾ അഭിനയിച്ചു പോകും. അതാണ് ഭയങ്കര കെമിസ്ട്രിയാണ് ആ സോങ്ങില്. എനിക്കൊന്ന് മലയാളിൽ ഒന്ന് മൊത്തത്തിൽ പാടിയ ഒരു പാട്ടാണ് ആ സമയത്ത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഹിന്ദിയിലല്ല, അങ്ങ് ഹോളിവുഡ് വരെ പോട്ടെ എന്നുള്ളതാണ്. ഇപ്പം ഒപ്പത്തിന്റെ തന്നെ കന്നഡ മൂവി ശിവരാജ് കുമാരങ്ങളുടെ കൂടെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒപ്പത്തിന്റെ തന്നെയാണ്. ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെ പാചകം അറിയോ? പാചകം ചെറുതായിട്ടൊക്കെ അല്ലേ? കുഞ്ഞല്ലേ, അതുകൊണ്ടൊരു കൺസിഡറേഷൻ ആവാം. കുഴപ്പമില്ല, കുറച്ച് ഞാനൊക്കെ സഹായിച്ചു തരാം. അല്ല, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണല്ലോ. എങ്ങനെയാ പേര് സെലക്ട് ചെയ്തത്? ഒറിജിനൽ പേരാണോ? ഒറിജിനൽ പേര് സുനേന എന്നാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റുന്നത് അല്ലേ? സിനിമയ്ക്ക് വേണ്ടിന്നല്ല, ന്യൂമറോളജി ജസ്റ്റ് നോക്കിയായിരുന്നു സിനിമയിലേക്ക് എൻട്രി ചെയ്തപ്പോ. സ്ക്രീൻ നെയിം ആയിട്ട് അലാന്ന. ഏതാ സിനിമ ഇപ്പൊ റിലീസ് ആയിട്ടുള്ളത് ഓറഞ്ച് വാലി എന്ന് പറഞ്ഞ ഒരു മൂവിയും പിന്നെ അബ്രഹാമിന്റെ സന്തതി ഇപ്പൊ റിലീസ് ചെയ്തത് മമ്മൂക്കയുടെ കൂടെയാണ്. വയ്യ, ലാലേട്ടനും മമ്മൂക്ക എല്ലാം കൂടെ കൂടി ഇത് ആകെമൊത്തത്തിൽ ഒരു ഭയങ്കര സ്പിരിറ്റ് ആണ്. എങ്ങനെയാണല്ലോ ആ സിനിമയിൽ അഭിനയിച്ചത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മമ്മൂക്കയുടെ കോമ്പിനേഷൻ സീൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ബട്ട് എന്നാലും അതിന്റെ ഉണ്ടായിരുന്നു. പിന്നെ സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അന്ന് മമ്മൂക്കയുടെ കയ്യിലൊരു ഫോട്ടോ കേക്കൊക്കെ കൊടുത്ത് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഒരു പീസ് കേക്ക് കഴിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് വലിയ സന്തോഷമാണ്. കുഞ്ഞുനാളിലുള്ള ആഗ്രഹമാണ് മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെ കൂടെ എന്തെങ്കിലും ഒന്ന് അഭിനയിക്കാൻ പറ്റണം. കൂട്ടത്തിൽ ഒരു ലാലേട്ടന്റെ ഫാനും കൂടെ ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ പൂർണ്ണമായി ഈ എപ്പിസോഡ്. അടുത്ത ഫിലിം എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ റിലീസ് ആവാനുള്ളത് പ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞിട്ട് അതില് ടൊവിനോയുടെ സിസ്റ്റർ ആയിട്ട് ചെയ്തിരിക്കുന്നു മധുബാൽ സാറിന്റെ വർക്ക്. നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പെരുന്നാൾ, ഇമൽ സാർ, ഷൈനികം, ജോജു ജോർജ്. അതില് എന്തായാലും സിനിമകളൊക്കെ ഹിറ്റ് ആവട്ടെ. ഇനി നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ. ഇങ്ങോട്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഇല്ലേ? നല്ല കണക്ഷൻ. വലുത് ചെറുതെന്നൊക്കെ പറഞ്ഞു പ്രേക്ഷകരോട് പറഞ്ഞത്. അതായത് മോഹൻലാൽ എന്ന് പറഞ്ഞ മൂവിയില് തന്നെ അഭിനയിച്ച ആളാണ്. അപ്പൊ പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. മോഹൻലാൽ ഫിലിം ചെയ്തു. അതിൽ മഞ്ജു ചേച്ചിയുടെ ചെറുപ്പകാലം, അതിന്റെയും ചെറുപ്പകാലമാണ് അവിടെ നിൽക്കുന്ന ചെറുപ്പകാലം. മനസ്സിലായി എന്താ കണക്ഷൻ എന്നുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റിൽ രണ്ടുപേരും കണ്ടിട്ടുണ്ടോ? ഒരേ സമയത്ത് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അടിച്ചു പൊളിച്ചു. എന്ത് ലാലേട്ടന്റെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്തു, എന്തായിരുന്നു അതൊരു ഫീലിംഗ്? എനിക്ക് സത്യം പറഞ്ഞ ഒരു ഫാൻ ഗേൾ തന്നെയാണ് ഞാൻ. അപ്പൊ ഫാൻ ഗേൾ ആയിട്ട് എന്നെ അതിൽ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷം. അത് കുറച്ചും കൂടി എനിക്കൊന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ?
ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ആമിയിലും ഉണ്ടായിരുന്നു. സിനിമ മനുഷ്യരോടെ ചെയ്തു അല്ലേ? അതില് ആമിയുടെ കളിത്തോഴിയായിട്ട്. പിന്നെ ലാലേട്ടന്റെ മോറ്റോടെ അഭിനയിക്കാൻ പറ്റി. ആദ്യം അച്ഛൻ മോൻ എനിക്ക് ഭയങ്കര പ്രണവ് ചേട്ടൻ അടിപൊളിയാണ്. ആള് ഭയങ്കര സിമ്പിളാണ്. കുറെ നേരം ഇങ്ങനെ കളിച്ച് സംസാരിച്ചിരുന്ന് കുറച്ചു നേരം കഴിയുമ്പോഴാണ് ലാലേട്ടന്റെ മോനല്ലേ തിരിച്ചറിയാൻ പറ്റാത്ത അല്ല, അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയാം, പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഭയങ്കര എന്താ പറയാ ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണല്ലേ. പിന്നെ ഇപ്പൊ ഏതാ വരാൻ പോകുന്നത് മന്ദാരം ആസിഫിക്കയുടെ. അതില് ആസിഫിക്ക സ്കൂൾ ടൈമില് സ്നേഹിക്കുന്ന കുട്ടി. ആസിഫിക്കയുടെ ചെറുപ്പം ചെയ്യുന്നത് ഇവാനറിൽ എസ്തർ ദ ബ്രദർ. ആളുടെ കൂടി പുതിയ ഫിലിമും കൂടിയാണ്. പിന്നെ ശ്യാമരാഗം 4 ലാംഗ്വേജസിൽ ഇറങ്ങാൻ പോകുന്ന ഫിലിമാണ്. പിന്നെ ചെയ്തത് കൂദാശ ബാബുരാജേട്ടൻ്റെ കൂടെ. പിന്നെ ഇനി തമിഴില് ശിവകാർത്തികേയന്റെ ഹീറോയിനായിട്ട് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാ ഏത് പടാ ശിവകാർത്തികന്റെ കൂടെ? ചിത്രങ്ങൾ അവരുടെ പ്രൊഡക്ഷനിൽ തന്നെയാണോ? ആണല്ലേ? അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര എൻട്രിയാണ്. കാരണം ഇവിടെ ഉള്ള എത്ര ആൾക്കാർക്ക് അറിയുന്നില്ല, അവിടത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണ് ശിവകാർത്തികൻ. കുഞ്ഞു കുട്ടികൾ അദ്ദേഹത്തിന് ഭയങ്കര ഫാൻസ് ആണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ചെന്നൈയിലൊക്കെ വരുമ്പോ എന്നെയും കൂടെ ഇടയ്ക്കൊന്ന് വിളിക്കണം, ഞാനവിടെ മറക്കരുത്. നന്ദന എല്ലാവർക്കും, എനിക്ക് നന്ദനയുടെ കണ്ണ്, ചിരി എല്ലാം ഭയങ്കര സ്പെഷ്യൽ. ചിരി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് എവിടെ ചിരി ഇങ്ങനെ പോയിട്ട് പറയണം, എനിക്ക് ഇഷ്ടമല്ല അതൊക്കെ. പറഞ്ഞു എന്താ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഞാനിപ്പോ ചെയ്യുന്ന മൂവി താക്കോൽ എന്നൊരു മൂവിയാണ്. ഷാജിക്കായ സാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു തമിഴ് ചെയ്തു ചേരൻ സാറിന്റെ മോളായിട്ട്. അത് റിലീസിങ് ആവും. എന്തായിരുന്നു ഇവിടുന്ന് തമിഴിലേക്ക് പോയപ്പോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു? നല്ല പാടായിരുന്നു. പിടിച്ചു. തമിഴ് പറയാൻ ഭയങ്കര പാടാണ്. ഇവിടെ ചിലർക്ക് പുച്ഛമുണ്ട് തമിഴ്. സത്യം. പിന്നെ തംഗ്ലീഷിൽ എഴുതി പഠിച്ചിട്ടാണ് പറഞ്ഞത്. ഗപ്പി എന്തായിരുന്നു? അത് കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പം എന്ത് തോന്നി പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോ? പുറത്തോട്ട് ഇറങ്ങിയപ്പോ എന്താ പറയാ, കുറച്ച് പ്രൈവസി പോയിന്ന് വിചാരിച്ച. പ്രൈവസി ഒക്കെ നഷ്ടപ്പെട്ടു. എന്താ അങ്ങനെ കുറച്ച് തോന്നി. പിന്നെ കുഴപ്പമില്ലായിരുന്നു. ക്ലാസ് വെച്ചിട്ട് എന്താ പറഞ്ഞു? പ്ലസ് വൺ അല്ലേ? എന്ത് പറഞ്ഞു? അവര് മൂവിയൊക്കെ കണ്ടിട്ടുണ്ട്. ചോദിക്കോ ചെന്നൈ എങ്ങനെ? നിങ്ങളെ ചോദിക്കോ അയ്യോ ലാലേട്ടൻ എങ്ങനെയുണ്ട്, സ്റ്റാർസ് ഒക്കെ എങ്ങനെയാ? എന്റെ സ്കൂൾ ഫുൾ ലാലേട്ടൻ ഫാൻസ് ആണ്. എന്റെ മൂവിയൊക്കെ ഇറങ്ങുമ്പോൾ എന്റെ സ്കൂളിൽ നിന്ന് തിയേറ്ററിൽ കൊണ്ടുപോകും. മീനാക്ഷിയുടെ മൂവി ഇറങ്ങിയിട്ടുണ്ട്, കാണാൻ പോകും. എന്റെ സ്കൂളിൽ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഞാൻ കിടങ്ങൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിൽ എന്താ താങ്ക് യു സോ മച്ച്. പിള്ളേരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തല്ലോ. പിന്നെ ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എന്റെ നോട്ടും എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. അടിപൊളി സ്കൂളിൽ ഇനിയും പോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഓൾറെഡി ഒരു സോപ്പൊക്കെ ഇട്ട് അതുകൊണ്ടൊന്നല്ല, അങ്ങനെ സോപ്പിട്ടാ വീഴുന്ന ടീച്ചേഴ്സ് ഒന്നും അല്ല. അവിടെ പിള്ളേരൊക്കെ എന്താ ഒരു ബുദ്ധിയല്ലേ, അങ്ങനെയും അല്ല ഇങ്ങനെയല്ല, എങ്ങനെ ആയാലും അത് ഒന്ന് ഓക്കെ ആക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഐറ്റമായ പായസം കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരും ഉടനെ പോയി കുക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്ന് ഇവരെന്തൊക്കെ പായസങ്ങളാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കുട്ടിയല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് കത്തിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അല്ലേ? അതല്ലേ നല്ലത്? പിന്നെ ഭയങ്കര നല്ലത്. ഇങ്ങനൊരു കൈയൊന്നും പൊള്ളിക്കരുത്. ഇല്ല. ഈന്തപ്പഴം പായസം. ഈന്തപ്പഴം പായസം. ഈന്തപ്പഴം ഇഷ്ടമാണോ? ഈന്തപ്പഴം ഇഷ്ടാ. ഏത് നട്ട്സ് ഏറ്റവും ഇഷ്ടം? ഏത് നട്ട്സ്? ഈന്തപ്പഴം, കാഷ്യൂനട്ട് അങ്ങനെയുള്ളത്? അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. വരുമ്പത്തേക്ക് പുറകെ തിന്ന് തീർക്കരുത്. പായസത്തിൽ ഞാൻ കുറച്ചിട്ട് ബാക്കി ഞാൻ കഴിക്കും. അതായത് ഇങ്ങനെ കോളിയും അറിയൊന്നുമില്ല, ഞാനങ്ങ് കഴിക്കും. ബാക്കി വേണമെങ്കിൽ ഇട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ എന്താ വിശേഷങ്ങളൊക്കെ? വേറെ ഒന്നുമില്ല. ഈ ലാംഗ്വേജിൽ വേറെ പോയപ്പോ ലാംഗ്വേജ് പ്രോബ്ലം ഇല്ല, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും. ഹിന്ദി അറിയാവോ? ഹിന്ദി ഒന്നും അറിയില്ല, പക്ഷെ ഡയലോഗ്സ് തന്നപ്പോൾ കുഴപ്പമില്ല. എനിക്ക് കന്നഡ ഒന്നും അറിയത്തില്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ തന്നെയാണ് ഡബ് ചെയ്യുന്നത്. പക്ഷെ വലിയ കുഴപ്പമില്ല. ഡബ് ചെയ്തു? ചെയ്തില്ല, ചെയ്യാൻ പോകുന്നു.
കന്നഡയിലും പ്രോബ്ലം തോന്നിയില്ല? ഇല്ല, വലിയ പ്രശ്നമൊന്നും തോന്നി. അവിടുത്തെ സൂപ്പർ സ്റ്റാറിനെ ശിവരാജ് കുമാർ അങ്ങനെ പറഞ്ഞു തരുന്നത്, അപ്പൊ എനിക്ക് ഭയങ്കര എളുപ്പം. പുള്ളിക്കാരന് ഭയങ്കര സിംഗായി അല്ലേ? പിന്നെ അതൊക്കെ പോട്ടെ, ലാലേട്ടനാണോ പുള്ളിക്കാരനെയാണോ ഇഷ്ടം? എനിക്ക് രണ്ടുപേരും ഒരുപോലെ ഇഷ്ടം. അങ്ങനെ പറയുന്നു. അതെന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, രണ്ടുപേരും ഒരുപോലെ ഇഷ്ടം. ഇവിടെ മലയാളത്തില് ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ഇവിടെ കന്നഡയില് ഇഷ്ടമല്ല. അയ്യോ അങ്ങനെയല്ല, ലാലേട്ടനും മമ്മൂക്കനെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ഈ കണ്ണാണ് ഈ കണ്ണാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ രണ്ടും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് മമ്മൂക്കയും ലാലേട്ടനും ബാക്കി എല്ലാവരും. ഇതൊക്കെ ആരാ പറഞ്ഞെന്ന് പഠിപ്പിച്ചേ? എന്റെ സ്വന്തം. അതായത് എനിക്ക് പോലും മറുപടി ഇല്ലാത്ത രീതിയിലാണ് തിരിച്ച് പറയുന്നത്. എനിക്കൊന്നും പറയാനില്ല, ശരി, കറക്റ്റ്. എനിക്ക് രണ്ടും ഇഷ്ടം. അതുപോലെ എനിക്ക് മമ്മൂക്ക ലാലേട്ടൻ. അപ്പോ മമ്മൂക്കയോട് ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹം? പിന്നെ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തെങ്കിലും കാണുമ്പോ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മമ്മൂക്കന്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങളുടെ കൂടെ ഒരു മൂവിയിൽ ചെയ്യണം. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ മമ്മൂക്ക എന്റെ അടുത്ത് പറഞ്ഞു ഉറപ്പായിട്ടും നിന്നെ അടുത്ത മൂവിയിൽ വിളിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു താങ്ക് യു. ഇതില് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ. അല്ല, ഇവിടെ എന്തോ അലയടിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ഇതെന്ത് പായസമാ? ഞാൻ തവിട് പായസമാണ് ട്രൈ ചെയ്യുന്നത്. തവിട് വെച്ച് പായസം എന്റെ ഒരു പുതിയ അറിവാണ്. നമ്മുടെ നാട്ടില് ഒരു പ്രകൃതി ചികിത്സ അതൊക്കെ നടത്തുന്ന ഒരു അമൃതം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലും അവർ നടത്തുന്നു. സോ അവിടുത്തെ നാച്ചുറൽ ഫുഡ്സ് അല്ലേ, ഹെൽത്തി ആയിരിക്കും ഈ പായസം. എന്തായാലും തവിടിന് അതിൻ്റെതായ നല്ല നല്ല ഗുണങ്ങളുണ്ട്, ഹെൽത്തി ആയിരിക്കും. സോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും പായസമൊക്കെ ആവട്ടെ, ഞാനൊന്ന് അവിടെ പോയി. എങ്ങനെയാ സിനിമയിലേക്ക് വന്നത്? സിനിമയിൽ എൻ്റെ അങ്കിള് പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്, സിദ്ധു പനക്കൽ. സിദ്ധു അങ്കിളാണ് എന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഒരു സിനിമ കുടുംബം കൂടിയാണ്. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ, എന്താ ആഗ്രഹം? അതായത് ഈ ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് നല്ല നല്ല ആഗ്രഹം ഇതുവരെ കാർഡിയക് സർജൻ ആവണമെന്നൊക്കെ ആയിരുന്നു, ഇപ്പോഴും ഉണ്ട് ആഗ്രഹം. അപ്പൊ അത് മാറിയോ? ഫിലിമിലും കൂടി പോണെന്ന്. ഡോക്ടർ ആവണമെന്നാണ്. ഓണത്തിനെ പറ്റി എന്താ സാധാരണ ഓണം സെലിബ്രേറ്റ് ചെയ്യാറ്? അച്ഛമ്മ ഭയങ്കര സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും, കാളൻ, പുളിയിഞ്ചി. അപ്പൊ അടുപ്പിൽ ഇങ്ങനെ കയറി അത് നോക്കി പിന്നെ കുക്ക് ചെയ്യും. അപ്പൊ എന്താ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം? ഉണ്ണിയപ്പം ഉണ്ടാകും. ഓക്കെ. നാടെവിടെയോ? നാട് ഗുരുവായൂർ. ഓണത്തിന് ഭയങ്കര സ്പെഷ്യൽ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുന്നത് എളുപ്പമല്ലേ? നടന്നു പോകുന്നതേ 10 മിനിറ്റ്. അത്രേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും പോയി കണ്ടിട്ട്. ഗുരുവായൂർ അമ്പലത്തിലത്തെ പാൽപ്പായസം, മോരുകറി അടിപൊളിയാണ് അവിടുത്തെ. അങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ കുറച്ച് വെള്ളമൊക്കെ വരുന്നെന്ന് തോന്നുന്നു. അന്നേരം പെട്ടെന്ന് പായസം ഉണ്ടാക്കുക, എനിക്ക് പായസം കുടിക്കുക. ഒരാളെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കി കാണിക്കാൻ. എങ്ങനെയാ ഓണമൊക്കെ സാധാരണ സെലിബ്രേറ്റ് ചെയ്യാറ്? ശരി, സിനിമയിൽ വരുന്നതിന് മുമ്പും അതിന് ശേഷമുള്ള ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ കസിൻസ് ഒക്കെ വരുന്നത് ഇപ്പോൾ സിനിമകളൊക്കെ പിന്നെ കസിൻസ്ക്ക് ഇപ്പോൾ ഭയങ്കര വിളിയൊക്കെയാണ് ഫോണിൽ. ഓ അങ്ങനെ. പണ്ട് നമ്മളൊരു വില ഇല്ലായിരുന്നു, ഇപ്പൊ നല്ല വിലയുണ്ട്. അതല്ലേ ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഓണത്തിന്? ഓണത്തിന് എനിക്ക് സദ്യ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് ഇത് പറയുകയാണെങ്കിൽ കൂട്ടുകറി, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പായസം, പാലട പായസം ഭയങ്കര ഇഷ്ടമാണ്. പായസം എല്ലാം അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ പായസം മേളത്തിന് പ്രീതിക്കാർ വെച്ചിരിക്കുന്നത് അല്ലേ? ഇനി എന്താ ഫ്യൂച്ചറിലോട്ട് എന്താണെന്ന്? ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചു, ഇനി ഒരാഗ്രഹം ഉണ്ടാവില്ലേ? എനിക്ക് LLBക്ക് പോകണമെന്നുണ്ട്. നമ്മൾ പിള്ളേരൊക്കെ ഇപ്പോഴത്തെ കണ്ടില്ലേ, പണ്ടൊക്കെ അടുത്ത് നമുക്ക് അവരെ കാണണം ഇവരെ കാണണം എന്നൊക്കെ. ഇപ്പൊ അതൊക്കെ മാറി, ഞങ്ങൾക്ക് പഠിക്കുകയും കൂടി ചെയ്യണം. അത് പക്ഷെ വളരെ നല്ലൊരു കാര്യമാണ്. രണ്ടും ഈക്വലായിട്ട് കൊണ്ടുപോകണം. ആരോട് അഭിനയിക്കണം എന്ന് ആഗ്രഹം? എനിക്ക് പോട്ടെ, ആരോടെ ഹീറോയിനായിട്ട് അഭിനയിക്കണം എന്ന് ആഗ്രഹം? അങ്ങനെയൊക്കെ ചോദിച്ചു പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞത് കാണുന്ന ആൾക്കാർ കേൾക്കല്ലേ, നാളെ വിളിക്കില്ലേ? എനിക്ക് DQ
ദുൽഖർ സൽമാൻ അതും ഷോർട്ട് ഫോം ആണ് DQ. എനിക്ക് എന്തായാലും ദുൽഖർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും ഉടനെ തന്നെ സിനിമയിലേക്ക് ഹീറോയിനായിട്ട് വിളിക്കട്ടെ. അല്ല ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കുട്ടികളാണെന്നൊക്കെ, കുട്ടികൾ ഇതാന്ന് പറഞ്ഞ് വലുതായി ഹീറോയിനായിട്ട് വരുന്ന സമയമായത്. എന്തായാലും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ദുൽഖറിന്റെ ഹീറോയിനായിട്ട് വരട്ടെ. അപ്പൊ ശരി, പായസം നിറയ്ക്കട്ടെ. പെട്ടെന്നാവോ? ഇപ്പൊ തന്നെ ആവും. വിളക്ക് കൊളുത്തി വലിയൊരു പൂക്കളമെഴുതി പായസം എന്തൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. എന്തായി? ഒരുവിധമായി. അപ്പൊ എന്താ, ഒരു പാട്ട് പാടിയാലോ? അയ്യ, പാട്ട് പാടിയാലോ? പിന്നെന്താ, ഞാൻ ഇപ്പൊ പാടി. തിരുവോണപ്പൂലരിതൻ തിരുവുൾ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. തീർന്നു പോയി അല്ലേ? എന്തൊരു സാധനം പെട്ടെന്ന് നല്ലതായിട്ട് വന്ന് തീർന്നു പോയല്ലോ. എന്തായാലും നന്നായിട്ട് പാടി. ഇതാണോ അത്ര നന്നായിട്ട് പാടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞത്? പാടില്ല. വേണമെങ്കിൽ ഇത് ഞാൻ പാടി കാണിക്കാം, അപ്പം മനസ്സിലാവും എന്തോരം വൃത്തികേടായിരിക്കും എന്റെ പാട്ട്. നന്നായിട്ട് പാടി. പ്രീതി സോഡിയാക് പ്രസൻസ് ഓണ പായസമേളയിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പ്രീതി സോഡിയാക് പ്രസൻസ് ഓണ പായസമേള. എന്തായി? ആയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെങ്ങനെ അടി വഴക്ക് എന്തെങ്കിലും ഉണ്ടോ? ചേട്ടനാണോ? അനിയൻ. അതായത് ചേട്ടനായിരുന്നെങ്കിൽ ഞാൻ മേടിച്ചതിന്, അനിയനായതുകൊണ്ട് ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത്. ആരാ ജയിക്കാറ്? അനിയൻ ഇത് കാണുന്നതിന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഇന്ന് എന്നായാലും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞ് അടിയിട്ടാണല്ലോ സാധ്യത. എന്തിനൊക്കെ സാധാരണ വഴക്കുണ്ടാക്കാറ്? അങ്ങനൊന്നുമില്ല. എല്ലാത്തിനും. പക്ഷെ കുറച്ച് കഴിയുമ്പോ അവൻ തന്നെ വരും, ചേച്ചി കൂട്ടുകൂടാവോ ചോദിച്ചു വരും. എന്താ പേര് അനിയന്റെ? അനിയന്റെ പേര് ആരീഷ്, അമ്പാടിന്ന് വിളിക്കും. അമ്പാടി. അനിയൻ വരാറുണ്ടോ സിനിമ സെറ്റിലൊക്കെ? അനിയനാണ്. പിന്നെ അനിയൻ ഇപ്പം രാജങ്ങളുടെ രണം എന്ന് പറയുന്ന മൂവിയിൽ രാജങ്ങളുടെ കുട്ടിക്കാലം ചെയ്തിരിക്കുന്ന അനിയനാണ്. അതായത് ചേച്ചിയും അനിയനും കൂടി മലയാള സിനിമയിലേക്ക് അങ്ങോട്ട് തീരുമാനമായി അല്ലേ? അനിയൻ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുത്തോ? അനിയനോ? ഇല്ല. സത്യം പറ. ഇല്ല, എന്റെ കഴിവ് മൊത്തം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് ഞങ്ങൾ ഫാമിലി രണ്ടുപേർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ടിപ്സിന്റെ ഒന്നും ആവശ്യമില്ല. പോരാങ്ങിട്ട് എന്റെ കഴിവാണ് അവനെന്ന് വരെ. എന്താണ് എന്തോ ആയിട്ടെന്ന് തോന്നുന്നു. എന്താ, നമുക്കൊരു പാട്ടോ ഡാൻസോ കുക്കിങ്ങിന്റെ ഇടയ്ക്ക് ഒരു എന്താ പറയാ ആനന്ദവേളകൾ വിശ്രമമാക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഡാൻസ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഇത് ഇളക്കാനായിട്ടൊക്കെ എനിക്ക് അറിയാം.
ക്യൂട്ടാണല്ലേ. എനിക്ക് ഈ കണ്ണാണോ മൂക്കാണോ ചിരിയാണോ ഏതാണ് നല്ലതെന്ന് എനിക്ക് പോയി ആ കൺഫ്യൂഷൻ ആയല്ലോ ദൈവം. ഇന്നത്തെ പായസം ഇത് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഇവിടെ എല്ലാം റെഡിയായി. ബ്രെഡ് നമ്മൾ സംസാരത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു പായസം എന്താണെന്ന് പറയാൻ മറന്നുപോയെന്ന് തോന്നുന്നു അല്ലേ? ഇതെന്ത് പൈസ? ബ്രെഡ് പായസം. അത് അറിയാനുണ്ട്. മുകളിൽ ഇങ്ങനെ നന്നായിട്ട് ബ്രെഡ് ഫുള്ള് ആക്കി ഇട്ടിട്ടുണ്ട്. അല്ലല്ല നന്നായിട്ടുണ്ട്. ബ്രെഡ് മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. അല്ല ഇത് സത്യമായിട്ട് പറയാനോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയും ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരുപാട് പായസങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാ ഓണത്തിനും ഇവിടെ വന്ന് എനിക്ക് ഉണ്ടാക്കി തരണം കേട്ടോ. വിളക്ക് കൊളുത്തി ഇതും നമ്മൾ പായസം എന്താണെന്ന് പറഞ്ഞില്ല. എന്ത് പായസം? മത്തങ്ങ പായസമാണ്. മത്തങ്ങയാണെന്ന് അറിയുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ തേങ്ങക്കൊത്തൊക്കെ വറുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ എന്താ പറയാ ഈ പ്രായത്തില് ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഓവറാണ്. ഇവിടെയും ഭയങ്കര ഡെക്കറേഷൻ ആണല്ലോ. എനിക്ക് വയ്യ. അടിപൊളി പൈസ. അപ്പൊ ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലെന്നാണോ? അങ്ങനെയല്ല, കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കുള്ള കഴിവിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ആ ഡേറ്റ്സും പഞ്ചസാര പാലും ഒക്കെ കൂടി ചേർത്ത് പ്ലസ് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഭാവിയുണ്ട്. പാചകത്തിലും ഭാവിയുണ്ട്. ഇവിടെയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം എന്ന് പറയുന്നത്. ഞാൻ തന്നേക്കട്ടെ. എനിക്ക് ഭയങ്കര ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ചേച്ചിയുടെ സ്നേഹം മുഴുവൻ ഒരു സ്പൂണിനകത്താക്കി എനിക്ക് തന്ന പോലെ ഉണ്ട്. ഇല്ല ഇത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നന്നായിട്ടുണ്ടോ ചേച്ചി? ഞാനങ്ങനെ ചുമ്മാ പറയാറില്ല. എന്നാലും എനിക്ക് തന്ന സ്ത്രീക്ക് പ്രീതി സോഡിയാക് പ്രസൻസ് ഓണ പായസമേളയിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. പ്രീതി സോഡിയാക് പ്രസൻസ് ഓണ പായസമേളയുടെ ഒരു ഉഗൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ലാലേട്ടന് സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു ചെറിയ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ലാലേട്ടൻ്റെ ഡെഡിക്കേഷൻ നമുക്ക് കാണാം.